നമ്മൾ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞിട്ട് 50 ദിവസം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരുക്കങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രോളിംഗ് നിരോധനത്തിൽ നമുക്ക് കാര്യങ്ങളൊന്നും പട്ടണിയും പരിവട്ടമൊക്കെ ആയിരുന്നു. नहीं रूलिंग है अभी ज्यादा है। आज रात 12 बजे हम माछी पकड़ने के लिए जाएगा। फिर 2 दिन बाद में इधर आएगा माछी पकड़ने। ठीक है 12 മണിയാകുമ്പോഴത്തേക്ക് 12 മണിക്ക് ചങ്ങലഴിക്കും. ചങ്ങലയഴിക്കും. അപ്പോൾ ഈ ബോട്ട് ഉദ്ദേശം എത്ര ബോട്ടുകൾ ഉണ്ടാവും ഇവിടെ കടലിൽ പോകാനായിട്ട്? നമ്മുടെ മലയാളികളുടെ തീന്മേശയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് മത്സ്യം. നമുക്കറിയാം, കഴിഞ്ഞ 52 ദിവസമായി നടന്നുകൊണ്ടിരുന്ന ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കുകയാണ്. മത്സ്യങ്ങളുടെ പ്രജനന സമയത്ത് അവയെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി 1988 മുതൽ കേരളത്തിൽ നടപ്പിലാക്കിയ ട്രോളിംഗ് നിരോധനം എല്ലാ വർഷവും ജൂൺ 10 മുതൽ ജൂലൈ 31 വരെയുള്ള 52 ദിവസങ്ങളിലാണ്. ഈ സമയത്ത് വലിയ യന്ത്രവൽകൃത ബോട്ടുകൾക്ക് കടലിൽ പോകാൻ അനുവാദമില്ല. എങ്കിലും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെയും ചെറുവള്ളങ്ങളെയും ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത് കേരളത്തിലാണ്. ഈ ട്രോളിംഗ് നിരോധനത്തിൽ നമുക്ക് കാര്യങ്ങളൊന്നും പട്ടണിയും പരിവട്ടമൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മുടെ സർക്കാർ, ഞാനൊരു കോൺഗ്രസ്സുകാരാണ്, പക്ഷേ എന്നാലും കാര്യങ്ങളൊന്നും നടന്നില്ല. എൻ്റെ ഒരു ബെന്നി ജോസഫ് എന്നാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാരക്കുളം തെക്ക് പഞ്ചായത്ത് 1-ാം വാർഡിലെ ഒരു പ്രവർത്തനമാണ് കോൺഗ്രസ്. പക്ഷേ എന്നാലും നമ്മുടെ സർക്കാർ നമ്മൾ അകമഴിഞ്ഞ് സഹായിച്ചൊന്നുമില്ല. ഞങ്ങളിപ്പോൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രിയോടെ ഈ ഫിഷിംഗ് ബോട്ട് നമ്മൾ കടലിലേക്ക് പോവുകയാണ്. എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നിങ്ങൾ? ഭക്ഷണ സാധനം എന്തൊക്കെയാണ് കയറ്റിക്കൊണ്ട് പോകുന്നത്? ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് പഴവും ഇച്ചിരി പൊടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ കയറ്റിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 12 മണിയൊക്കെ അല്ലേ ഇത്? ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ നമ്മൾ ഇവിടുന്ന് നീണ്ടകര ആർവയിൽ നിന്നാണ് പോണത്. എത്ര മണിക്ക് തിരിച്ചു വരും? പിന്നീട് തിരിച്ച് വരുന്നത് മീൻ കിട്ടിയാലേ തിരിച്ച് വരത്തുള്ളൂ. അല്ലാതെ പെട്ടെന്ന് നമുക്ക് വരാൻ കടൽക്ഷോഭമൊക്കെ പറഞ്ഞിട്ടുണ്ട്. മീൻ കിട്ടിയാലേ തിരിച്ചു വരത്തുള്ളൂ, അല്ലാതെ ഉടനെ ഒന്നും തിരിച്ചു വരത്തില്ല. ഇപ്പം നമ്മൾ ഒരാഴ്ച ട്രോൾ ചെയ്യുന്ന ബോട്ടാണ്, സ്പീഡ് ബോട്ടാണ്. മീനിന്റെ ലഭ്യത എങ്ങനെയാണ്? നല്ല മീനും കിട്ടുമെന്നുള്ള ഒരു ഉറപ്പിലാണ് പോണത്. നമുക്ക് കടലമ്മ സഹായിച്ചിട്ടേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. മീൻ കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ പോണത്. ചിലപ്പോൾ രാവിലെയൊക്കെ വൈകിട്ട് ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല. പിന്നെ ചിലപ്പോൾ 3-4 വല കിട്ടിയപ്പോൾ എന്തിനും കിട്ടും എന്ന് മാത്രമേ പറയാൻ. പിന്നെ കടലിലെ കാര്യങ്ങളൊന്നും നമുക്ക് ദൈവത്തിനെ പറയാം. ഞങ്ങളെ കടലിലെ വർഷങ്ങളായിട്ട് 40 വർഷത്തെ പരിചയം എനിക്കുണ്ട്. എന്നാൽ തന്നെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല കാര്യം. കടലിൽ എന്ത് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് എത്ര ജീവനക്കാരുണ്ട്? എത്ര പേരുണ്ട്? ഞങ്ങളുടെ ഈ ജീവനക്കാർ 12 പേരുണ്ട്. അതിൽ 6 ബംഗാളികളാണ്, 6 മലയാളികളാണ്. പിന്നെ അവർ ആത്മാർത്ഥമായിട്ട് നമ്മളുടെ ജോലി ചെയ്യുന്നവരാണ്. നമ്മളോട് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ജോലിക്ക് പോകുന്നവരാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല ഡീസന്റ് ബംഗാളികളാണ്. നമ്മൾ അങ്ങനെ അന്യ സംസ്ഥാന തൊഴിലാളി എന്നുള്ള വളരെ വിവേചനമൊന്നും ഇവിടെ ഇല്ല. എത്ര വർഷമായി പോയി തുടങ്ങി? ഞാനിപ്പോൾ 30 വർഷം കഴിഞ്ഞ് ഈ ബോട്ടിലല്ല, 30 വർഷമായിട്ട് നമ്മൾ ഫിഷിംഗ് ഫീൽഡിൽ ബന്ധപ്പെടുന്ന ആളാണ്. ബോട്ടിൽ നിരവധി ആൾക്കാരുണ്ടെങ്കിലും മലയാളികൾ കുറവാണ്. കൂടുതലും അന്യദേശക്കാരാണ്. കൂടുതലും ബോംബെയിൽ നിന്നും അതുപോലെ തന്നെ ബംഗാൾ അങ്ങനെയുള്ള അന്യദേശക്കാരും അതുപോലെ തന്നെ മഹാരാഷ്ട്രക്കാരും ഒക്കെയാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ആരും സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. മലയാളം കറക്റ്റ് അറിയാത്തതുകൊണ്ട് പലരും സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. मेरा गांव कलकत्ता में है। मैं इधर में आया 5 साल हो गया। आज रात 12 बजे में हम लोग समुद्र में जाएगा माछी पकड़ने के लिए। फिर उधर जाने के बाद ज़्यादा रोलिंग है, थोड़ा दिखाओ। उधर ज़्यादा रोलिंग है। ट्रोलिंग अभी आज क्लास हो गया? नहीं रोलिंग है अभी ज़्यादा है। आज रात 12 बजे हम माछी पकड़ने के लिए जाएगा। फिर 2 दिन बाद में इधर आएगा माछी पकड़ने। ठीक है, हमारा बोट है, आइस है, खाना पीना पूरा है। क्या खाना के लिए क्या है? अभी कुछ नहीं है, अभी 2 दिन बाद में माछी खाने के लिए मिलेगा। अभी वो चिकन है, चोर है, सांभर है, पूरा है खाने का। पूरा है। हाँ, माछी नहीं है। रात 12 बजे जाएगा समुद्र में,
अभी उस टाइम में मच्छी मिलेगा, मच्छी मिलेगी भाला फेंकने के बाद मच्छी मिलेगा, अभी कुछ नहीं। मच्छी मिलने के बाद मच्छी तैयार करेगा, तैयारी करेगा, करी हाँ। मीन करी हाँ, मीन करी ये तैयार हमारा कर- किचन आदमी है हाँ ठीक उसका है। नाम क्या है? दिनेश, दिनेश। इधर किधर है? इधर हाँ? गाँव किधर है? कलकत्ता, कलकत्ता, कलकत्ता। दोनों कलकत्ता में आए? कलकत्ता में, हाँ पूरे आदमी कलकत्ता में है। कलकत्ता में। अभी हम इधर काम कर रहे हैं 6 साल हो गया, हाँ 6 साल। 6 साल हो गया। ओके। ये मेरा नया बड़ा बोट है हम लोग का। ഫാമിലി പൂര ഇതേ और नहीं हम लोग ഫാമിലി भी आते हैं, ഫാമിലി ആ അപ്പോൾ ഇവിടെ എല്ലാവരും തിരക്കിലാണ്. ഈ ട്രോളിംഗ് ഇന്ന് അവസാനിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ഫിഷിങ്ങിന് പോകുന്ന ആ സാധനങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളും ബാക്കിയെല്ലാം ബോട്ടിലേക്ക് കയറ്റുന്ന തിരക്കിലാണ് എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. കാരണം 52 ദിവസത്തെ പട്ടിണിയും പരവട്ടവും ഒക്കെ ആയിട്ട് അതിന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷവും ചിരിയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പേരെന്താ ചേട്ടൻ്റെ? എൻ്റെ പേര് വിൻസെന്റ്. ആ ഇവിടെ ബോട്ടിൽ പോണ ആളാണോ? ബോട്ടിൽ പോകുന്ന ആളാണ്, പക്ഷെ ഇപ്പോൾ ഞാൻ ഒരു 7 കൊല്ലം കൊണ്ട് ബോട്ടിൽ പോകുന്നില്ല. ആരോഗ്യ പ്രശ്നമുണ്ട്. ആരോഗ്യ പ്രശ്നമാണ്. പിന്നെ വള്ളത്തിലാണ് ഇപ്പൊ പോകുന്നത്. ഇപ്പോൾ വള്ളത്തിൽ കടലിപ്പം പോകും. പിന്നെ ഇന്നത്തെ ദിവസം ഇനിയിപ്പോൾ രാത്രി എല്ലാവരും ഈ ബോട്ടിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി പണിയൊക്കെ തീർത്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ വലയും സാധനങ്ങളും എല്ലാം കയറ്റുക. ഇനി ഐസ് എല്ലാം കയറ്റി ഇട്ടേക്ക്. ഇപ്പൊ ബോട്ടിൽ ഐസെല്ലാം കയറ്റി കഴിഞ്ഞു. ഇനിയിപ്പോ വല കയറ്റാനേ ഉള്ളൂ. ഇനി ആളുകളെല്ലാം വന്നെത്തിയാൽ മതി. രാത്രി 12 മണിയാകുമ്പോഴത്തേക്ക് 12 മണിക്ക് ചങ്ങല അഴിക്കും. അപ്പോൾ ഈ ബോട്ട് ഉദ്ദേശം എത്ര ബോട്ടുകൾ ഉണ്ടാവും ഇവിടെ നിന്ന് കടലിൽ പോകാനായിട്ട്? ഒരു 1800-2000 ബോട്ടോളം എല്ലാം ഉണ്ട്. അപ്പൊ ഈ 52 ദിവസമായിട്ട് ഇവരെല്ലാം കരയ്ക്ക് കയറ്റി എല്ലാം കരയിലാണ്. അപ്പൊ ഇവരുടെ ചെലവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത്? അത് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ നമ്മൾ കഴിക്കണമെന്ന് അതെല്ലാം നമ്മുടെ വീട്ടിലെ സ്വന്തം ചെലവാണ്. വേറെ അല്ല, ഈ മത്സ്യബന്ധനം ഇല്ലാത്തപ്പം വരുമാനം ഗവൺമെന്റിന്റെ വരുമാനമൊന്നും ഇല്ല. അവര് വേറെ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകും. അല്ല, ഈ വരുമാനം ഈ ജോലിയുള്ള സമയത്ത് എന്തെങ്കിലും കരുതലുണ്ടോ? കരുതി വെക്കുന്നുണ്ടോ? ഈ എല്ലാ വർഷവും ഉണ്ടല്ലോ? എല്ലാ വർഷവും ഉണ്ട്. അപ്പൊ ആ സമയത്തേക്ക് കരുതി വെക്കാറുണ്ട്. പിന്നെ ഗവൺമെന്റിന്റെ ചെറിയ സഹായം ഈ പിന്നെ പെൻഷനും മറ്റേ ഈ മാസം തോറും അടയ്ക്കുന്ന പൈസ ഉണ്ടല്ലോ, ആ പൈസ ക്ഷേമനിധി അതൊക്കെ കിട്ടും. അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ പെൻഷനായവർക്ക് ഇതുവരെ മുടക്കമൊന്നുമില്ല. പെൻഷനെല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മള് കണ്ടിട്ടൊരു വല്ലാത്ത അന്തരീക്ഷമാണ്. മഴയും കടലും പ്രക്ഷുബ്ധമാണെന്ന് തോന്നുന്നു. ഈ വർഷം ഇതേവരെ കടലെടുത്തില്ല. കടലെടുക്കാൻ ഇന്ന് മുതൽ ഇച്ചിരി കടലുണ്ട്. അത് ഇന്ന് ഇവിടെ ഒരു ചെറിയ ഒരു വള്ളം പോയി, താങ്ങുവള്ളം പോയി. അത് 14 പേരുണ്ടായിരുന്നു. അതിൽ 11 പേരും കരയ്ക്ക് വന്നു. 3 പേര്, ഒരാള് കര വന്ന് മരിച്ച്, ബാക്കി 2 പേരെ കിട്ടാനുണ്ട്. ഇവിടെ ഉള്ളവരാണ് അല്ലേ? ചവറയ്ക്ക് വടക്കോട്ടുള്ളവരാണ്. ഏത് ഭാഗത്താ ഏതാ വീടണമെന്ന് നമുക്കറിയില്ല. ഇപ്പം ഇന്നിപ്പോ ഒരു 52 ദിവസത്തിന് ശേഷം പോകുമ്പോ നല്ലൊരു പോര് പ്രതീക്ഷിക്കുന്നുണ്ട്. അവരെല്ലാവരും അങ്ങനെയാണല്ലോ. നമ്മുടെ പ്രതീക്ഷ അതാണല്ലോ. നമുക്ക് മത്സ്യം കൂടുതൽ ലഭിക്കും എന്നുള്ള രീതിയിലാണല്ലോ. ഈ ട്രോളിംഗ് എല്ലാ വർഷവും ഉള്ളതാണല്ലോ. ഈ ട്രോളിംഗ് ഏർപ്പെടുത്തുന്നത് നല്ലതാണോ? അത് ആവശ്യമുള്ള ഒരു കാര്യമാണോ? ആവശ്യമുള്ള കാര്യമാണ് അത്. പക്ഷെ ഇപ്രാവശ്യം ഇച്ചിരി കടൽ വരുന്നതിന് താമസിച്ചു പോയി. കഴിഞ്ഞ 2 മാസത്തോളമായി ഒഴിഞ്ഞുകിടക്കുന്ന ഈ ലേല ഹാളുകളൊക്കെ നാളെ മുതൽ ജനങ്ങളെ കൊണ്ട് നിറയും. അതിരാവിലെ തന്നെ ബോട്ടുകൾ കടലിൽ നിന്നും മത്സ്യങ്ങളുമായി എത്തുകയും ലേല നടപടികൾ ഇവിടെ ആരംഭിക്കുകയും ചെയ്യും. കാറും കോളുമൊക്കെ ഉണ്ട്. കടൽ പ്രക്ഷുബ്ധമാണ്. എങ്കിലും ഇവർക്ക് കടലിൽ പോയേ തീരും. 52 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കടലിലേക്ക് പോകുന്ന ഈ മത്സ്യത്തൊഴിലാളികൾക്ക് നല്ല കൊയ്ത്ത് ലഭിക്കട്ടെ എന്ന ആശംസയുമായി ജോലി ജംഗ്ഷൻ മീഡിയ.